ഞങ്ങളുടെ ഈ സംഘടനയുടെ ചിരകാല അഭിലാഷമായിട്ടുള്ള ഒരു ആംബുലൻസ് എടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഏറ്റവും വലിയ സംഘടനയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അതും സബലീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫ്ലാഗ് ഓഫ് ഈ ഫംഗ്ഷൻ വെച്ച് നമ്മുടെ പുനലൂർ എം.എൽ.എ, ബഹുമാനപ്പെട്ട പുനലൂർ എം.എൽ.എ പി.എസ്. സുഭാൻ അവர்கள் നിർവഹിക്കുന്നു. കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും മറ്റും നടത്തുന്നത് IMA-യുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റ് ഡോക്ടർ R.V. അശോകനാണ്. കൂടാതെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കടക്കൽ ജുലൈയിലാണ്. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ടുള്ള കടക്കൽ ജുലൈയിലാണ് ഇതിൻ്റെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. കൂടാതെ ഈ സാമൂഹിക പ്രവർത്തകർ, അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ ഏരിയയും പരിസരത്തുമുള്ള എല്ലാ ജമാഅത്തുകളുടെയും ഭാരവാഹികൾ ഈ പങ്കെടുക്കുന്നു. ഇതിന് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ സുഹൃത്തുക്കളുടെ എല്ലാവിധമായ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെ എല്ലാവരെയും വളരെ ആർദ്രപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കുമൊക്കെ പ്രതിമാസം 1500 രൂപ വെച്ച് ഇത് കൃത്യമായ ഡേറ്റിൽ നമ്മുടെ ഈ പെൻഷനായിട്ട് നൽകുന്നുണ്ട്. കൂടാതെ ഭവന നിർമ്മാണത്തിനും അതുപോലെ ചികിത്സാ സഹായത്തിനും വിദ്യാർത്ഥികളുടെ പഠനത്തിനുമൊക്കെ അർഹതപ്പെട്ട ആളുകൾക്ക് സാമ്പത്തിക സഹായങ്ങളും മറ്റും നൽകി വരുന്ന ഒരു സംഘടനയാണ്. ഇപ്പം നമ്മൾ ഈ 22-ാം തീയതി നമ്മളൊരു വലിയൊരു സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കുന്നം മുനിസിപ്പൽ ഏരിയയിൽപ്പെട്ട കുട്ടികൾക്ക്, അതായത് +2 SSLC ഫുൾ A+ വാങ്ങിച്ച കുട്ടികളെയും അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ ഈ പുനലൂരിൽ തന്നെ കുറേ കുട്ടികൾക്ക് ഡിഗ്രിക്ക് PGക്കൊക്കെ റാങ്ക് കിട്ടിയിട്ടുണ്ട്. ആ കുട്ടികളെ ആദരിക്കുന്നതിനും കൂടാതെ നമ്മുടെ ഈ ഖുർആൻ മനഃപ്പാഠമാക്കുക കഴിഞ്ഞ കുട്ടികളെയൊക്കെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മൾ വരുന്ന 22-ാം തീയതി ഞായറാഴ്ച വിസ്മയ മാളിൽ വെച്ച് ഒരു വലിയ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. എന്നോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മുസ്ലിം അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ഹാജി സൈലാവുദ്ദീൻ സാഹിബും, കൂടാതെ തന്നെ സബ് കമ്മിറ്റിയുടെ ചെയർമാനും മുസ്ലിം അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും മുൻ കൗൺസിലറുമായ റഹീം പങ്കെടുത്തു. ഞങ്ങളുടെ 22-ാം തീയതി നടക്കുന്ന പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. കൊല്ലം മുസ്ലിം അസോസിയേഷൻ 2ാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഒരു സംഘടനയാണിത്. ഈ ചുരുക്കിയ കാലത്തിനുള്ളിൽ ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസ് ഈ സംഘടനയ്ക്ക് നടത്തുന്നു.